ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് 100% നിഷ്പക്ഷമായ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ശശി തരൂരിന് വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഒരുപക്ഷെ ശശി തരൂർ അല്ലായിരുന്നു തിരുവനന്തപുരത്ത് നിന്നതെങ്കിൽ ബാക്കി ആര് നിന്നാലും ഞാനൊരു പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യുവാൻ. കാര്യം രാജീവ് ചന്ദ്രശേഖറിനെ പോലെ കഴിവും പ്രതിഭയുമുള്ള പ്രാഗൽഭ്യമുള്ള ബിസിനസ് മേഖലയിലടക്കം രാഷ്ട്രീയത്തിലടക്കം എല്ലാ കാര്യത്തിലും പ്രതിഭ തെളിയിച്ചൊരു വ്യക്തി തിരുവനന്തപുരത്തിനും കേരളത്തിലും ഒക്കെ ആവശ്യമാണ്. ശശി തരൂർ എന്ന വിശ്വപൗരൻ, അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധനാണ് ഞാൻ. ശശി തരൂർ സാർ അല്ല നിന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ വേഴ്സസ് ബ്രെയിൻ ലാറയാണ്. എന്റെ കണ്ണിൽ ശ്രീ ശശി തരൂറാണ് സച്ചിൻ ടെണ്ടുൽക്കർ, ബ്രെയിൻ ലാറ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പൊ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഴിവുകളെന്നും നോക്കാം. അദ്ദേഹം ഇന്റൽ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ കമ്പനിയുടെ ഇന്റൽ i486 എന്ന പ്രോസസർ ചിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിച്ച വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. ശബരിമല പ്രക്ഷോഭത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ നിലപാടെടുക്കുന്നതിന് മുമ്പ് തന്നെ ശബരിമലയ്ക്ക് അനുകൂലമായി, വിശ്വാസികൾക്ക് അനുകൂലമായി സുപ്രീം കോടതി അടക്കം സമീപിച്ച വ്യക്തിയാണ്. ഹാർവേഡിൽ നിന്നും ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കം ലോകത്തിലെ പ്രഗത്ഭ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും പല ബിരുദങ്ങളും സർട്ടിഫൈഡ് കോഴ്സസും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. BPL അടക്കമുള്ള മൊബൈൽ ഫോണുകളുടെ തുടക്കക്കാരനും അമരക്കാരനുമായിരുന്നു. നമ്മുടെ ഏഷ്യാനെറ്റ് അടക്കം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ്. അതിന്റെ എഡിറ്റോറിയൽ പോളിസിയിലോ കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹം ഇടപെടാറില്ല. ഏഷ്യാനെറ്റ് പൊതുവെ ഒരു സെന്റർ ലെഫ്റ്റോ, ലെഫ്റ്റ് ലിബറലോ, ലെഫ്റ്റ് പ്രോഗ്രസീവോ ആയ നിലപാടിൽ വാർത്ത ചെയ്യുന്ന ചാനലാണ്. അദ്ദേഹം ഇതിന്റെ നയങ്ങളിൽ ഇടപെടില്ല എന്നുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നന്മയാണ്. ഏഷ്യാനെറ്റിൽ അങ്ങനെ ഇടപെടില്ല എന്നുള്ളത് ഏഷ്യാനെറ്റും എഡിറ്റോറിയൽ ഫ്രീഡവും ജേർണലിസ്റ്റിക് ഫ്രീഡവും ഉള്ളത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ വളരെ പോസിറ്റീവായ കാര്യമാണ്. ആദ്യകാലത്ത് റിപ്പബ്ലിക് ടിവിയിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അത് അർണബ് ഗോസ്വാമിക്ക് തിരിച്ചു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇദ്ദേഹത്തെ പലപ്പോഴും നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മതേതര രാഷ്ട്രീയം പറയുന്ന സുഹൃത്തുക്കൾ, മുസ്ലിം സമൂഹത്തിന്റെ അരക്ഷിത ബോധം ശരിയായി കാണിക്കുന്ന സുഹൃത്തുക്കളൊക്കെ കളമശ്ശേരിയിലെ ബോംബ് ബ്ലാസ്റ്റിനോട് മാത്രം തളച്ചിടാറുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപറ്റിയത്, ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഒരു തെറ്റുപറ്റിയത് കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റിന് ശേഷം അത് മുസ്ലിം സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് ചെയ്തു എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. കാര്യം തലേ ദിവസം ഹമാസിന്റെ ഒരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടായിരുന്നു. അതിലൊരാൾ ഓൺലൈനായി പ്രസംഗിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ശരിയായില്ല, തെറ്റ് തന്നെയാണ്. അതിനൊന്നും ആരും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർജി കുറച്ചുകൂടെ അവധാനതയോടെ ഇത് ചെയ്യണമായിരുന്നു. പക്ഷേ ഇതൊന്നും കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവും പ്രതിഭയും പ്രാഗൽഭ്യവും ഇല്ലാതാകുന്നില്ല. ഇദ്ദേഹം ഒരു പ്രോ ഹിന്ദുവാണ്, എന്നാൽ ആന്റി മുസ്ലിം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം 3-4 പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പൊളൈറ്റായ, നല്ല രീതിയിൽ സംസാരിക്കുന്ന, വളരെ കൂൾ ആൻഡ് കമ്പോസ്ഡ് ആയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നേരിടാനുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയിലെ പാർട്ടി പലപ്പോഴും ഒരു മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവുമായി മാറി നിൽക്കുന്നതാണ് നമുക്കെല്ലാം അറിയാം. ഈ രണ്ട് പക്ഷങ്ങളിലും ഇല്ലാത്ത ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു വലിയൊരു വോട്ട് ക്യാച്ചറും മറ്റുമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ കൃഷ്ണദാസ് അല്ലെങ്കിൽ ശ്രീ മുരളീധരൻ, ഇങ്ങനെ 3 ഒരു പവർ സെന്റേഴ്സ് ആണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ശ്രീ സുരേന്ദ്രൻജി അടക്കം, അതായത് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻജി അടക്കം ശ്രീ മുരളീധരന്റെ, കേന്ദ്രമന്ത്രിയായ ശ്രീ മുരളീധരൻ, ഇവരുടെ എല്ലാമാണ് ഒരു ഗ്രൂപ്പ്. ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവരുടെയാണ് ഒരു സ്പെക്ട്രം, അല്ലെങ്കിൽ ഇവരുടെയാണ് ഒരു വിഭാഗം എന്ന് നമുക്ക് പറയാം. മറുഭാഗത്ത് നമ്മുടെ കൃഷ്ണദാസി അടക്കമുള്ള പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയിൽ സമവായം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ളവർ വന്നത് കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ടാണ്. ശ്രീധരൻപിള്ള സാറും ഇതേപോലെ ഗ്രൂപ്പുകൾക്ക് ഒരുപക്ഷെ വലിയൊരു രീതിയിൽ അതീതനായി, എന്നാൽ ഒരു മതസൗഹാർദ്ദ ലൈൻ പിടിക്കുന്ന വ്യക്തിയാണ്. ശ്രീ ജേക്കബ് തോമസ് അടക്കം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്നതും നല്ല പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള ആൾക്കാരും ഒക്കെ ആ പാർട്ടിയിലുണ്ട്. ശ്രീധരൻ സാറിനെ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റും മറ്റുമുണ്ട്. അതായത് ബി.ജെ.പിയുടെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ്. മിഡിൽ ക്ലാസ് ഹിന്ദുസ്, ഫോർവേഡ് കാസ്റ്റ്. അതായത് കേരളത്തിൽ ആദ്യം ബി.ജെ.പിക്ക് ശക്തിയില്ലാത്ത കാലത്തും സ്ഥിരമായി കിട്ടിയിരുന്നത് ബ്രാഹ്മണ വോട്ടുകളാണ്. തമിഴ് ബ്രാഹ്മണ, മലയാള ബ്രാഹ്മണ വോട്ടുകളാണ് ബി.ജെ.പിക്ക് ആദ്യം കിട്ടിയിരുന്നത്. അങ്ങനെയുള്ള പോക്കറ്റ്സിലാണ് അവർ ആദ്യം സ്ട്രെങ്ത് പ്രാപിച്ചത്. അത് NSSന്റെ നായർ വോട്ടുകൾ കൂടുതലും UDFനും കോൺഗ്രസിനുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ നായർ വോട്ടുകളിൽ ബി.ജെ.പിക്ക് ഒരു വളർച്ചയുണ്ടായി. പിന്നീട് ഈഴവ വോട്ടുകൾ BDJS, വെള്ളാപ്പള്ളി നരേശൻ സാറിലൂടെ, ഭാരത് ധർമ്മ ജനസേനയിലൂടെയൊക്കെ കുറച്ച് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നീട് ക്രിസ്ത്യൻ വോട്ടുകൾ
തമാശ രൂപത്തിലെങ്കിലും ക്രിസംഖ് വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടുകളൊക്കെ അവരിലേക്ക് അടുപ്പിക്കാനും മറ്റും കഴിയുകയുണ്ടായി. ഇതാണ് BJP ഉയർത്തുന്ന, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സ്പേസ് ആയി നിൽക്കുന്ന ഒരു റെയിൻബോ കോലിഷൻ. അതിനോടൊപ്പം കാണിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഒരു എന്താ പറയണേ പോസ്റ്ററിങ്ങിന് വേണ്ടിയാണെങ്കിലും ദേശീയ മുസ്ലിം, നാഷണൽ മുസ്ലിം ഒക്കെ ഒന്ന് വിളിക്കുന്ന നമ്മുടെ അബ്ദുള്ള കുട്ടിജി അടക്കമുള്ളവർ അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു പരിപ്രേക്ഷ്യമാണ്, ആശയലോകമാണ് BJP പലപ്പോഴും പിന്തുടരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതൊരു വെല്ലുവിളിയും ചലഞ്ചുമാണ്. അതോടൊപ്പം RSSനാണ് ക്രിട്ടിക്കൽ സ്വാധീനം. നമ്മൾ BJP RSSനെയൊക്കെ വേർതിരിക്കുമെങ്കിലും അടിസ്ഥാനപരമായ BJP എന്ന് പറഞ്ഞാൽ RSS തന്നെയാണ്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. RSS ആണ് മദർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാതൃസംഘടന. ആ RSSന്റെ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആണ് പ്രധാനമായും BJP. RSS പണ്ട് കാലത്ത് ജനസംഘം അടക്കം ഉണ്ടായിരുന്ന കാലത്ത് ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിൽക്കുന്നവരോടൊപ്പം ചേർന്ന് മുമ്പോട്ട് പോകുന്നതാണ് ഇന്ന് കാണുന്ന BJP ആയി പരിണമിക്കുന്നത്. ഹിന്ദു ഫോർവേഡ് കാസ്റ്റുകളിലെ, ഹിന്ദു മുന്നോക്ക സമുദായങ്ങളിലെയും ഹിന്ദു മിഡിൽ ക്ലാസ്, ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർ, ഇവരെല്ലാമാണ് പൊതുവെ BJPയുടെ വോട്ട് ബാങ്കായി മാറുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിലെ കുറെ ആൾക്കാരെയും അടുത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷങ്ങളായി കൂടെ ചേർക്കാൻ കഴിയും. അപ്പൊ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും ഇടപെട്ടിരുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ OBC വനിതാ നേതാവ്, ഈഴവ, മിഡിൽ ക്ലാസ്, തീപ്പൊരി പ്രാസംഗിക തുടങ്ങിയ സ്പേസുകളിലാണ്. ശ്രീ MT രമേശ് എല്ലാവർക്കും കുറെ കൂടെ അക്സെപ്റ്റബിൾ ആയ, ഇന്റലക്ച്വൽ ആയ, മെച്യൂർ ആയ നേതാവ്, എല്ലാ ക്ലാസ്സുകൾക്കും അക്സെപ്റ്റബിൾ ആയ ഒരു വ്യക്തി എന്ന സ്പേസിലാണ്. ശ്രീ സുരേന്ദ്രൻ ഇതേപോലെ തീപ്പൊരി നേതാവ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വരുന്നു അടക്കമുള്ള കാര്യം. BJPയുടെ കൂടുതൽ പ്രസിഡന്റുമാരെയും മറ്റും നോക്കിയാൽ NSSന്റെ അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പ്രസിഡന്റുകളാണ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കാസ്റ്റ് കമ്മ്യൂണിറ്റി കോമ്പിനേഷൻ ആണ് ഉണ്ടാകുന്നത്. ശ്രീ ജേക്കബ് തോമസിനെ പോലെ പ്രഗത്ഭനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ BJPയുടെ പ്രസിഡന്റ് ആവാൻ ശ്രമം നടത്തി തുടങ്ങിയ വാർത്തകളും, അദ്ദേഹം അടക്കമുള്ളവർ, ശ്രീധരൻ സാർ അടക്കമുള്ളവർ ഒരു വലിയ മുതൽക്കൂട്ടാണ്. അൽഫോൺസ് കണ്ണന്താനെ പോലത്തെ പ്രഗത്ഭരായ ആൾക്കാരെ BJP മിനിസ്റ്റർ ആക്കിയതാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം അത്ര ആക്റ്റീവായി നിൽക്കുന്നില്ല. അപ്പോൾ ഈ നായാടി മുതൽ നസ്രാണി വരെയുള്ള കൺസെൻസസ്, നായാടി മുതൽ നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള കൺസെൻസസിനെയാണ്, കോലീഷനെയാണ്, റെയിൻബോ കോലീഷനെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കേണ്ടി വരിക. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം, ഞാൻ ഇദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പരിപാടിയിൽ ഇതേപോലെ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ എനിക്ക് 2-3 പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിപാടിയിൽ ഇദ്ദേഹവും ശ്രീ ശശി തരൂർ സാറും പന്ന്യൻ രവീന്ദ്രൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാജീവ് ചന്ദ്രശേഖർജിയെയാണ് ആദ്യം പ്രസംഗിക്കാൻ വിളിച്ചത്. കാര്യം ഇദ്ദേഹമാണ് ആദ്യം വന്നത്, പിന്നാണ് ശശി തരൂർ വന്നത്. അപ്പൊ എനിക്ക് വളരെ ഇംപ്രസീവായി തോന്നിയ ഒരു കാര്യം, അദ്ദേഹം പറയുകയുണ്ടായി, സ്ഥലം MP ആണ് ശശി തരൂർ. അപ്പൊ ശശി തരൂറിനെയാണ് ആദ്യം വിളിക്കേണ്ടത്, അതാണ് പ്രോട്ടോകോൾ എന്ന്. അപ്പോ എതിരാളികളുടെ ഇടയിൽ പോലും മാന്യതയോടുകൂടി പ്രവർത്തിക്കുന്ന, ബഹുമാനം കാണിക്കുന്ന, പരസ്പരം ചവിട്ടി തേക്കണം എന്നുള്ള രാഷ്ട്രീയത്തിനപ്പുറം ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിനെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ. ഈ ലവ് ജിഹാദിൽ നിന്ന് 400 പെൺകുട്ടികളെ രക്ഷിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറം BJPക്ക് ഒരു പോസിറ്റീവായ പൊളിറ്റിക്സ് ഉണ്ടാകട്ടെ. നന്മയുടെ, സൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ, കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ ശ്രീധരൻപിള്ള സാറിന്റെ മതസൗഹാർദ്ദ ലൈനും കുമ്മനം ചേട്ടന്റെ ആത്മീയ ലൈനും. കുമ്മനം ചേട്ടൻ കാവ്യം എടുക്കാത്തൊരു സന്യാസിയായിരുന്നു. അദ്ദേഹവും മുമ്പോട്ട് പാർട്ടിയെ കൊണ്ടുപോകുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്ന പൊളിറ്റിക്സ്, ഇതെല്ലാം ഒരുമിക്കുകയാണെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ ഒരു ഫോർമിഡബിൾ ഫോഴ്സായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് ഈ സ്ഥാനക്കയറ്റം കിട്ടുന്നതോടുകൂടി കോൺഗ്രസിൽ ശശി തരൂരിന്റെയും പ്രാധാന്യം വർദ്ധിക്കും. കാരണം ഇവർ രണ്ടുപേരും എടുക്കുന്നത് ആ മിഡിൽ ക്ലാസ്, ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സ്പേസ് ആണ്. ആൾക്കാർ കൂടുതൽ പോസിറ്റീവായി സാമ്പത്തിക വളർച്ചയ്ക്കും പോസിറ്റിവിറ്റിക്കും ഒക്കെ വോട്ട് ചെയ്തു. അപ്പോൾ കുറെ കൂടെ ശക്തമായ രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് ശശി തരൂർ പോലുള്ള ഇക്വേഷൻസ് ഫോം ആകും. ഇദ്ദേഹത്തിന്റെ ജുപ്പിറ്റർ ക്യാപിറ്റൽ നിയർലി 6500 കോടിയോളം ആസ്തിയാണ് അവർ പല മേഖലകളിലായി കൈകാര്യം ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ആസ്തി 60 ക്രോഡ്സ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അഫിഡവിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പം വലിയ രീതിയിൽ മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയാണ്. കേരളീയ രാഷ്ട്രീയത്തിൽ, BJPയുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ, നന്മയുടെ മാറ്റങ്ങൾ, സൗഹാർദ്ദത്തിന്റെ മാറ്റങ്ങൾ, ഒരുമയുടെ മാറ്റങ്ങൾ, ദേശീയതയുടെ ശബ്ദമായി ബഹുസ്വരതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിനായി നേരുന്നു.